ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സ്പെഷ്യൽ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഈ ജീവിതം എന്ന് പറഞ്ഞത് പലപ്പോഴും അത്ഭുതങ്ങൾ നിറഞ്ഞൊരു കാര്യമാണ്. അത് ചില സമയത്ത് നമുക്ക് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ നിമിഷങ്ങളിൽ ആയിരിക്കും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പോലും നടക്കുന്നത്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ രീതിയിലായിരിക്കും നമ്മൾ വലിയ മാറ്റത്തിന് വിധേയമാകും. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും നടക്കുകയും നടക്കുമെന്ന് കരുതിയ കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അത്ഭുതങ്ങൾ ജീവിതത്തിൽ മാത്രമേ ഉണ്ടാവൂ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഒരു കാര്യത്തിലും തകരില്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളെ ആർക്കും തകർക്കാൻ കഴിയില്ല, അങ്ങനെ ആരെങ്കിലും തകർക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം എൻ്റെ മുന്നിൽ നിശബ്ദരാകും എന്നുള്ള നമ്മുടെ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ധൈര്യമുണ്ടല്ലോ, നമ്മുടെ ഒരു ആത്മധൈര്യമുണ്ടല്ലോ. ആ ധൈര്യങ്ങളിൽ നിന്നാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് ചലിക്കേണ്ടത്. നമുക്ക് ഒരുപാട് ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആവശ്യങ്ങൾക്കായി പിറവിയെടുക്കുന്ന ബന്ധങ്ങൾ പാതി വഴിയിൽ നിൽക്കുക തന്നെ ചെയ്യുമെന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ പറഞ്ഞാൽ, പാതി വഴിയിലൊക്കെ നിൽക്കുന്ന ബന്ധങ്ങൾക്ക് അത്രയേ ആയുസ് ഉണ്ടാവേണ്ടതുള്ളൂ എന്നുകൂടി തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന ബന്ധങ്ങൾ അത് ഹൃദയമിടിപ്പ് നിലനിൽക്കുന്നത് വരെ, നിർദ്ദിമിടിപ്പുള്ള കാലം വരെ നിലനിൽക്കുമെന്ന് സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് കാണുന്നതെല്ലാം ഏത് രീതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെപ്പോഴും നമ്മളെ കാണുന്നവരും അല്ലെങ്കിൽ നമ്മൾ കാണുന്നതും കണ്ണുകൊണ്ട് മാത്രമായി പോയാലാണ് എപ്പോഴും പ്രശ്നം. കണ്ണുകൊണ്ട് മാത്രം കാണാതെ മനസ്സുകൊണ്ട് കൂടി കണ്ടാൽ ഭംഗിയില്ലാത്തതോ അല്ലെങ്കിൽ കൊള്ളരുതാത്തതോ ആയിട്ടുള്ള ഒന്നും ഈ ലോകത്തുണ്ടാവില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ മനുഷ്യനായി മാറുന്നത്. അല്ലാത്തിടത്തോളം കാലം നമ്മൾ ഇരു കാലുകളുള്ള, ബാക്കി നിങ്ങൾ ഫില്ലിങ് ചെയ്യാം, എന്താ വേണ്ടത് വെച്ചാൽ, ഞാൻ അതിനെപ്പറ്റി ബാക്കി പറയാൻ ആളല്ല. അപ്പൊ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? എല്ലാവരും ക്ലാസ്സിന് റെഡി ആണെങ്കിൽ ജസ്റ്റ് ടൈപ്പ് റെഡി 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 റെഡി. കമോൺ. യെസ് 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 യെസ്, വരട്ടെ. ഹാപ്പി ആൻഡ് റെഡി. റെഡി മാത്രമല്ല, ഹാപ്പി ആൻഡ് റെഡി. എന്താ ഇവിടെ വാക്ക് മാറിപ്പോയോ? ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി. യെസ്. ആർക്കെങ്കിലും ഒന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ്റെ ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തോളൂ. പറഞ്ഞിട്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. പറയാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട്. ഇപ്പൊ ലോട്ടറി അടിച്ചതൊന്നും പറയാറില്ലെന്ന് ആൾക്കാർ, ഒരു ശീലമായി മാറിയപ്പോ അത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പക്ഷെ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. ആദ്യം ആരാ പറയുന്നേ? രാധ ദിനേശ് പറഞ്ഞു. അതെ, ഞാന് അരുണ്ടി സനലിന്റെയും വഴക്ക് തീർന്ന കാര്യമാണ് പറയണത്. അത് ഓരോ ദിവസവും അവരെന്നെ കാണുമ്പോല്ലേ, ഞാന് എങ്ങനെയാണ് സാറ് പറഞ്ഞു തന്നിട്ട് വിഷ്വലൈസേഷൻ ദിവസം നാമം ചൊല്ലി കഴിഞ്ഞാൽ ചെയ്തിരുന്നത് വെച്ചെങ്കില് അതേപടിയാണ് ഓരോ ദിവസവും വീട്ടില് അരുണിനെ കാണുമ്പോ എനിക്ക് കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു മേശയ്ക്ക് ചുറ്റിരുന്നിട്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതിപ്പോ ദിവസവും ഉണ്ട്. പിന്നെ അവന്റെ ഭാര്യനായിട്ട് വരുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ ആ കുട്ടിയാണെങ്കിൽ രാധമ്മേന്ന് വിളിച്ച് പിന്നാലൊന്നും പോവില്ല, അങ്ങനത്തെ ഒരു കുട്ടി. സാധാരണ ഇപ്പോ എല്ലാ കുട്ടികളും ഇങ്ങനെ മൊബൈല് തോണ്ടിയിട്ട് ഒരു മുക്കിൽ ചെന്നിരിക്കണ അങ്ങനെയാണല്ലോ ഇപ്പോ. പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ല. ഈ കുട്ടി എന്റെ കൂടെ തന്നെ എപ്പോഴും നടക്കും. ഞാൻ കടയിൽ പോവാണെങ്കിൽ പറയും ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടെ. എനിക്ക് നല്ല ഇഷ്ടമായി അത്. അപ്പൊ എനിക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അരുണിന് സാധാരണ അന്ന് വഴക്കായിട്ടൊക്കെ നിൽക്കുമ്പോ ഞാൻ ഇടയ്ക്ക് വിളിക്കുവേ, എനിക്ക് കാണാനാ പറഞ്ഞിട്ട് വിളിക്കും.
പക്ഷെ വരും, എന്നിട്ട് എന്റെ അടുത്ത് വണ്ടിമ ഇറങ്ങാണ്ട് അവിടെ നിൽക്കും, എന്നിട്ട് പറയും കണ്ടില്ലേ ഇനി ഞാൻ പോവാ പറയും. ഒന്ന് ചിരിക്കുക പോലും ചെയ്യില്ല, അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ സാറ് പറയാറുണ്ടല്ലോ ചിരിക്കണം എന്ന് പറയാറുണ്ടല്ലോ, ചിരിക്കാൻ. അപ്പൊ ഞാൻ അവനോട് പറയാം ഒന്ന് ചിരിക്കടാ നീ എന്ന് പറയും ഞാൻ. അപ്പൊ എനിക്കാണ് എപ്പോഴും ചിരിക്കും, മുഖം വീർപ്പിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒന്ന് ചിരിക്കടാ പറയുമ്പോ അവൻ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചിരി ചിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവൻ പണ്ടത്തെ അരുൺ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ മുഖത്ത് നോക്കണം, ആ പ്രസന്നത എല്ലാതും ഇപ്പൊ തിരിച്ചു. അത് ഈ കുട്ടീനൂടെ ആട്ടാ, ഈ നന്ദനെയാണ് അതിന് വഴിയൊരുക്കിയുള്ള കാര്യം, ഈ പെൺകുട്ടി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇന്നലെ ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങള് ഇതുപോലെ എന്നും ജീവിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. അപ്പൊ ഈ കല്യാണം തിരക്കൊക്കെ കഴിഞ്ഞാൽ ഞാൻ സാറിനെ വിളിക്കാൻ നിനക്കൊരു അവസരം ഉണ്ടാക്കി തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ചേരണം, സാറിന്റെ ശിക്ഷണത്തിൽ കൂടെ പോയാൽ നിങ്ങളുടെ ബിസിനസ്സും വിജയിക്കും. അപ്പൊ ഒക്കെ സമ്മതിച്ചിട്ടൊക്കെ ഉണ്ടാവേ. ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ സാറിനെ വിളിക്കും. സാറിന്റെ ആ മെഡിറ്റേഷൻ, ആ കുട്ടിക്ക് എന്തോ മേലൊക്കെ ഇങ്ങനെ സോറിയാസിസ് പോലെ ഒരു കളർ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സാറിന്റെ മെഡിറ്റേഷൻ ചെയ്ത് അതൊന്നും ആയി തീരില്ല, അതൊക്കെ മാറും. കാരണം എന്താ വെച്ചാൽ അതിലും വലിയ അസുഖമായിട്ട് നടക്കുന്ന ആളാണ് ഞാൻ, പക്ഷെ എന്നോടല്ല അസുഖം. അത് സാറിന്റെ ഈ അഫർമേഷൻ പറയലും അതുപോലെ മെഡിറ്റേഷൻ ചെയ്യലും ഒക്കെ തന്നെയാണ് അതിന്റെ കാരണം. ഡോക്ടർക്ക് പോലും അതിശയമുള്ള കാര്യം. പക്ഷെ അസുഖം എവിടെയെങ്കിലും ഒളിച്ചിരിക്കണ്ടോന്നൊന്നും എനിക്കറിയില്ല, പുറത്തേക്കില്ല, നമ്മൾക്ക് ഫീൽ ചെയ്യണേ ഇല്ല. അങ്ങനെയാണ്. അപ്പൊ ഇത്രയും വലിയ പെറ്റ് സ്കാൻ ചെയ്തിട്ട് പോലും ഒന്നും കാണാനില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞപ്പോ അവരത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ അപ്പൊ ഞാൻ ഇന്നലെ പുറത്തു പോയി കയറുന്ന അവരെന്നെ കേട്ട്, എന്നിട്ട് വന്നപ്പോ നോക്കുമ്പോ മറ്റേ റിലേഷൻഷിപ്പിന്റെ ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ അതിന് വേണ്ടിയിട്ട്, എന്റെ കയ്യിൽ അത്ര അധികം പൈസ ഒന്നും ഇല്ലാട്ടോ സാറേ. അപ്പൊ ഞാൻ ഗുരുദക്ഷിണയായിട്ട്, ഇവര് നന്നായി ഇത് സാറിന്റെ ഉപദേശം ഞാൻ കേട്ടും കൊണ്ടാണ്. അപ്പൊ ഗുരുദക്ഷിണയായിട്ട് ഒരു 101 രൂപ ഞാൻ മറ്റേ സംഭവത്തിൽ ഇട്ടു, എന്താണ് നമ്മുടെ അത്രേ ഉള്ളൂ എന്റെ കയ്യിൽ. പിന്നെ ഞാൻ ഉണ്ടാവുമ്പോ ഞാൻ ഇടും. എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നാളെയാണ് അവരുടെ കല്യാണം, അവളുടെ വീട്ടിൽ വെച്ചിട്ട്. അപ്പൊ അവൾക്കാണെങ്കിൽ അവളുടെ വീട്ടുകാരെന്നെ നഷ്ടപ്പെട്ടില്ല. ഇവന്റെ കൂടെ പോകുന്നെങ്കിലും കൂടിയിട്ട് അവളുടെ വീട്ടുകാരെന്നെ നഷ്ടപ്പെടാണ്ട് കിട്ടിയല്ലോ. അത് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ നാളെയാണ് അവിടെ കല്യാണം, അടുത്ത ഞായറാഴ്ച ഇവിടുത്തെ കല്യാണം. അപ്പൊ സന്തോഷമായിട്ട് എല്ലാതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവര് എറണാകുളത്ത് തന്നെ, അവര് ജോലി ചെയ്യുന്നിടത്ത് തന്നെ താമസിക്കും. അപ്പൊ എനിക്കത് ഏറ്റവും വലിയ സന്തോഷല്ലേ. ഞാൻ ദൈവത്തിനോട് കൂടുതൽ ചോദിക്കാറ് എന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് തായോ തായോ എന്നൊക്കെ പറയാറ്. പക്ഷെ ദൈവം തന്നത് നമുക്ക് ആദ്യം എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ദൈവം തന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം അത്. അപ്പൊ ഞാൻ ഇന്നലെ പറയാന്ന് വിചാരിച്ചപ്പോ ഞാൻ നേരം വൈകി വരാൻ വെച്ച് നോക്കിയപ്പോ ക്ലാസ് പകുതിയുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഞാൻ നാളെ പോവാനുള്ള ബ്ലൗസ് അടിക്കാട്ടാ, അതിന്റെ ഇടയിലാണ് ക്ലാസ് കണ്ടത്, കല്യാണത്തിന് പോവാനുള്ളത്. അപ്പൊ അങ്ങനെ ആ വിശേഷം പറയും. ഞാൻ ആലോചിക്കുന്നതല്ല, ആ നിങ്ങൾ ആദ്യം ഈ ക്ലാസ്സിൽ വരുന്ന സമയത്തുള്ള നിങ്ങളുടെ സംസാരത്തിന്റെ ആ വോയിസും ഇപ്പൊ അതെ വാക്കുകളുടെ ആ ഒരു അടുക്കവും ആ പറയുന്ന വാക്കുകളുടെ ആ ഒരു മിതത്വവും, അതൊന്ന് അതെ ഒരു 6 മാസം മുമ്പേ ഉള്ള ക്ലാസ്സിൽ നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പേടിയായി. പേടി. അത്രയും അത്രയും പരാതികളും പരിഭവങ്ങളും കഷ്ടങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ എന്താണ് പറയുന്നത് തന്നെ രൂപം കിട്ടാത്ത രീതിയിൽ സംസാരിച്ച് നിങ്ങൾ ഇത്രയും അതെ മാസം കൊണ്ട് എത്ര, ഇപ്പൊ കേട്ടവർക്ക് അറിയാം, ഇത് കേട്ടത് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഇവർ പറഞ്ഞ വാക്കുകളുടെ ആ ലാളിത്യം അല്ലെങ്കിൽ ആ മിതത്വം, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് എത്തുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റിയലി താങ്ക്സ് ടു ഗോഡ് നിങ്ങളെ ഇവിടെ എത്തിച്ചതിനും നിങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് വെച്ചതും. ഇപ്പൊ ഓരോ വാക്കുകളിലും വളരെ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട്, ആഴത്തിലുള്ള സ്നേഹമുണ്ട്, ആഴത്തിലുള്ള കരുണയുണ്ട്. ഇത്രയും ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നാളെയാണ് അവരെ വീട്ടിൽ നിന്ന് കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ഭാവമാറ്റം പോലും ഇല്ല. അത് അങ്ങ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെയൊക്കെ ഫുൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു അമ്മ എത്രത്തോളം എത്രത്തോളം വളർന്നിരിക്കുന്നു നോക്കുക, എത്രത്തോളം ഇമോഷണലി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ, അതൊരു അപാര കഴിവ്. നിങ്ങൾ ആ പ്രാക്ടീസ് ചെയ്തതിന്റെ ഏറ്റവും വലിയ ഉത്തരാണ്. ഐ എം റിയലി പറയാൻ എന്താ പറയാ, അത് പണ്ട് ഇവരെ കേട്ടവർക്ക് അറിയാം, ഇവിടെ മുമ്പത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ കേട്ടവർക്ക് അറിയാം നിങ്ങൾ എങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അത് വേദന ഇത് വേദന, അവിടെ ഉണ്ടല്ലോ സാറേ വേദന, ഇവിടെ ഉണ്ടല്ലോ സാറേ വേദന എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആളാ. ഏറെ സന്തോഷം. ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ നമുക്ക് കാണിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള ഇതിലൂടെ കടന്നുപോയവരുണ്ട്. എല്ലാം ഇപ്പോ സൈലന്റ് ആണ്. ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഇപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ മുമ്പേ അനുഭവം പറയാൻ നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അനുഭവം പറയാൻ ആൾക്കാരില്ലാത്ത മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഈ അനുഭവങ്ങളെല്ലാം ശീലമായി പോയത് കൊണ്ടാണ്. ഇപ്പൊ പറയാൻ പറ്റാത്തത്രയും
ശീലത്തിലേക്ക് എത്തിയിരിക്കുന്നു അനുഭവങ്ങൾ എന്നുള്ളതാണ്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴൊന്നും നിങ്ങൾക്ക് അതൊരു, കാരണം അതിന്റെ ഭാഗമായി മാറുമ്പോൾ പിന്നെ ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഒന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. സന്തോഷത്തോടു കൂടി ഇങ്ങനെ ആവട്ടെ, കടാക്ഷം ഉണ്ടാവട്ടെ. ഒരുപാട് സർവീസിന്റെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ്. എവിടെ നീ കാണാനില്ല? എന്ത് പഠിക്കാൻ പോയതാടാ? നീ ഇവിടെ ഉണ്ട്. നീ പഠിക്കാന്ന് പറഞ്ഞ എന്ത് എക്സാം ആണ് നിനക്ക് നാളെ? തിങ്കളാഴ്ച എക്സാം ഉണ്ടോ? എന്താ ഇപ്പൊ ഇത്ര കാര്യമായിട്ട് പഠിക്കാൻ എന്റെ കൊച്ചിക്ക്? ഞാൻ നിന്നെ അന്വേഷിച്ച് വിളിച്ചല്ലേ, അച്ഛമ്മയോട് വരാൻ പറഞ്ഞതാ. ഞാൻ വിളിച്ചിനി സാറിനെ, സാറ് കണ്ടില്ല. ആണോ? നീ വിളിച്ചെന്നെ? ഞാൻ കേട്ടില്ല മോനെ. ആണോ? എവിടെ എന്ത് പഠിക്കായിരുന്നു നീ ഇപ്പോ? എന്താണത്? സിസ്റ്റർ ലീവ് തന്നെ പഠിക്കാന്ന് സ്കൂളിൽ. ഓ, സിസ്റ്റർ ലീവ് തന്നോ പഠിക്കാൻ വേണ്ടിട്ട്? ഓക്കെ. ഓ, നിങ്ങൾക്ക് സിസ്റ്റർ ആണോ? ഓക്കെ. അപ്പൊ ഗുഡ് ബോയ് ആണ് കേട്ടോ. അച്ഛമ്മക്കൊക്കെ കുറച്ച് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അച്ഛമ്മയോട് പറഞ്ഞ ഇരിക്കൂടെ, അച്ഛമ്മയോട് പറയുന്ന സാറിന്റെ ക്ലാസ് എടുത്ത് വെച്ചിട്ട് മൊബൈൽ വെച്ച് ഓണാക്കിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് പഠിച്ചിട്ട് എഴുന്നേറ്റാ മതി എന്ന് പറയണം കേട്ടോ. വേണമെങ്കിൽ ഒരു വടിയൊക്കെ എടുത്തോട്ടോ. വടിയെടുത്ത് അച്ഛമ്മയോട് ഇരുന്ന് പഠിക്കും, മുഴുവൻ പഠിച്ചിട്ട് എഴുന്നേറ്റാ മതി എന്ന് പറയാം കേട്ടോ. മിടുക്കൻ. താങ്ക് യു. ബൈ. ഓക്കെ. ഓക്കെ, ബൈ. ഏതാ? അടക്കം കൊണ്ടുപോകലുണ്ടോ അച്ഛൻ? അതെ, ഓന്റെ അച്ഛന്റെ സ്നേഹിതം ജയിച്ചാണ്. ഗുണ്ടാണോ? മറ്റേ ബോംബൊന്നും കൊണ്ടിട്ടില്ല എറിഞ്ഞിട്ടിക്കാനായിട്ട്. ഓക്കെ, നീ പോയി പഠിക്കട്ടോ. പഠിച്ചിട്ട് വാട്ടോ. ഓക്കെ. ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഈ സമപ്രായക്കാരുമായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്നും അതിൽ പെടുന്നല്ല. ഞങ്ങൾക്ക് സമപ്രായക്കാരുമായിട്ട് ഭയങ്കര കണക്ഷനാണ് അല്ലേ? നിങ്ങൾ ആരും ആ കൂട്ടത്തിലില്ലല്ലോ. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, 2-3 ആൾക്കാർ മാത്രമേ ഈ സമപ്രായക്കാരുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ശരി. എന്നായിരിക്കും സംസാരിക്കാനുള്ള എന്റെ 40 മാസങ്ങളോളം ഞങ്ങൾ പിണക്കായിരുന്നു, ഇവിടെയും വരില്ലായിരുന്നു. ഞാൻ സംസാരിച്ചതിന് ശേഷം ഒരുപാട് മാറ്റം വന്നു. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞോളൂ സാർ. എനിക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഒരുപാട് ഹാപ്പി ന്യൂസുകൾ വരട്ടെ. ഒന്ന് മാത്രം എന്തിനാ? പറഞ്ഞോ സാർ. ഞാൻ ഡെയിലി അഫർമേഷൻ ഒരു 2-3 പേജ് എഴുതാറുണ്ട്. എനിക്ക് നടക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നടന്നു എന്നും പറഞ്ഞ് എഴുതും. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന മരുമകൾക്കും മോനും ജോലിയുടെ ഒരു ഇഷ്യൂ വന്നെന്ന്. അപ്പൊ മോന് പക്ഷെ ജോലി പോയില്ല. മരുമകൾക്ക്, രണ്ടുപേരും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മരുമകൾക്ക് പെട്ടെന്ന് ജോലി പോയി, മോൻ അതേ കമ്പനിയിൽ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ ഞാൻ നവംബർ 10-ാം തീയതിയാണ് ഒരു അഫർമേഷൻ എഴുതിയത് മരുമകൾക്ക് ഡിസംബറിൽ. പക്ഷെ ഡിസംബറിൽ ഞാൻ ഡേറ്റ് വെച്ചിട്ടില്ലായിരുന്നു. 2025 ഡിസംബറിൽ ഒരു നല്ല കമ്പനിയിൽ ഇത്ര രൂപ സാലറിയിൽ ജോലി കിട്ടി, അതിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചു. അപ്പം ഡിസംബറിലായപ്പം ഒത്തിരി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു കമ്പനിയിൽ തന്നെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മളടുത്ത് പറഞ്ഞില്ല, ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞില്ല. അപ്പം കാര്യം പല പ്രാവശ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ഒന്നും ആവുന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അങ്ങനെ ഡിസംബർ 15-ാം തീയതി ജോയിൻ ചെയ്തു. കമ്പനിയിൽ 3 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് 3ഉം പാസ്സായി ജോലിക്ക് കയറിയതിന് ശേഷം സാധാരണ ഞാൻ എഴുതുന്നത് ഇങ്ങനെ തിരിഞ്ഞു പോയി നോക്കാറില്ല. പക്ഷെ എന്തോ ഞാൻ ഒരു ദിവസം എടുത്തു വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഡിസംബറിൽ
ഇത്ര രൂപ സാലറിയിൽ ജോലി കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ എഴുതിയേക്കുന്നു. അപ്പൊ ഇവരെന്നാണ് ജോയിൻ ചെയ്തതെന്ന് ഞാൻ പെട്ടെന്ന് മറന്നു. അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ട് എന്നാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചപ്പം 15-ാം തീയതി. പക്ഷെ ഞാൻ എഴുതിയേക്കുന്നത് നവംബർ 10-ാം തീയതി ഞാൻ പറഞ്ഞ അതേ സാലറിയിൽ ഡിസംബർ 10-ാം ജോലിയായി. തീയതി. ഡിസംബർ 10-ാം തീയതി അല്ല, നവംബർ 10-ാം തീയതിയാണ് ഞാൻ എഴുതിയത്. ഡിസംബർ 15-ന് ജോയിൻ ചെയ്തു. വിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നു തുടങ്ങി. ഞാൻ വെച്ച് വിസ അടിച്ചിട്ട് ഇത് പറയാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അത് ഞാനിങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഞാൻ എഴുതിയേക്കുന്നത് തന്നെ എന്റെ ശ്രദ്ധ. ഞാൻ അങ്ങ് എഴുതി പോയി. ഞാൻ എന്നും എഴുതി ഒരു 2, 2.5, 3 പേജൊക്കെ ഞാൻ എഴുതാറുണ്ട്. അപ്പൊ യാദൃച്ഛികമായി ഞാൻ പറഞ്ഞോട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ. അപ്പൊ ഞാൻ എഴുതിയേക്കുന്നല്ലോ, നേരത്തെയാണ് എഴുതിയേക്കുന്നത്. ഒരു ജോലിക്ക് കയറിയതും ഞാൻ എഴുതി 1 മാസം, അടുത്ത മാസമല്ലേ കയറുന്നുള്ളു. അതെനിക്ക് ഒരു ഭയങ്കര സംഭവം. പക്ഷെ ഞാൻ നേരത്തെ പറയാഞ്ഞത് വിസയുടെ കാര്യം ഒന്ന് പ്രോസസ്സ് നടക്കട്ടെന്ന് വിചാരിച്ചു. ശരിയാ, ഇത് സത്യമുള്ള കാര്യമാണ്. എഴുതി വെച്ചത് എന്തും സംഭവിക്കുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യത്തെ എഴുതി വെക്കുന്നുണ്ടോ, നിങ്ങൾ ഡെയിലി എഴുതുന്നുണ്ടോ, അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കുന്നതിന് യാതൊരു തർക്കമില്ല. നിങ്ങൾ ഇനി എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഇത് ലഭിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടി, ഗോൾ സെറ്റിംഗ് ആൻഡ് വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറയുന്നത്. എന്ത് കാര്യവും സാധിക്കും. സാധിക്കാത്ത ഒരു കാര്യവും എഴുതി വെക്കുന്നില്ല. ആ സാധിക്കാത്ത കാര്യം പിന്നെ എഴുതാൻ പറ്റില്ല നമുക്ക് എന്നുള്ളതാണ് സത്യം. നമ്മൾ എഴുതുന്നുണ്ടോ, റിപ്പീറ്റഡ് എഴുതുന്നുണ്ടോ, അത് നമുക്ക് സാധിക്കാവുന്ന കാര്യം മാത്രമേ നമ്മൾ എഴുതുള്ളൂ. അത് അഫർമേഷൻ ആയാലും മറ്റേതായി കഴിഞ്ഞാലും മറ്റേത് നമുക്ക് എഴുതാൻ സാധിക്കില്ല. നമുക്കൊരു കാര്യം എഴുതാൻ സാധിക്കുന്നു, അത് വർക്ക് ചെയ്യും, ഉറപ്പാണ്. അത് വളരെ കൃത്യമായിട്ടുള്ള അനുഭവമാണ്. അതിനുവേണ്ടി ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിഷൻ ബോർഡ് നിങ്ങൾ എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷൻ ബോർഡ് ക്ലാസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചർ നമുക്ക് എഴുതി വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊരു ഒരു ആക്സിഡന്റൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം, അഫർമേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്ത്. പക്ഷെ വിഷൻ ബോർഡൊക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് സംഭവിച്ചിരുന്നു. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ സുധാകുമാരിയമ്മ പറയുണ്ടായി 90% കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഡിസംബർ ലാസ്റ്റിലാണ് നമ്മൾ 2025 വിഷൻ ബോർഡ് ക്ലാസ് ചെയ്തത്. അന്ന് 48 50 ആൾക്കാർ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ആ 49 കൃത്യമായി വിഷൻ ബോർഡ് ചെയ്ത എല്ലാവരുടെയും 70 to 90% സക്സസ് ആണ്. അതായത് ഷോർട്ട് ടൈം, ഒരു വർഷത്തിൽ വേണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരുടെയും ശരിയായിട്ട്. ചിലവരുത് 5 വർഷത്തിനകത്ത് ശരിയാവണമെന്ന് പറഞ്ഞത് അടക്കം ചെയ്ത് ആയ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ പിന്നെ അവരൊക്കെ ഇങ്ങനെ ടെസ്റ്റിമോണിയിൽ പറയാനിവിടെ പബ്ലിക് ക്ലാസിന്റെ ലിമിറ്റേഷൻസ് കൊണ്ട് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാം ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറയാണ്, ഇത് കിട്ടിയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് സാറേ കണ്ടോ, ഞങ്ങൾ എഴുതി വെച്ചത് ഒന്നുകൂടി, ഇതിപ്പോ മകന്റെ ജോലി, മകന്റെ കല്യാണം, മകളുടെ കല്യാണം, അങ്ങനെ പല ഓരോ ആൾക്കും ഓരോ രീതിയിലായിരിക്കും. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. എന്താണോ എഴുതാൻ പറ്റിയത് അതൊക്കെ സംഭവിക്കുന്ന യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അത് ബാക്കി നിങ്ങൾ എല്ലാവരും, ഇതിപ്പോ സിന്ധു പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ജീവിതത്തിൽ എന്താണോ വേണ്ടത് അത് എഴുതി വെക്കാൻ വേണ്ടി പഠിക്കണം. അതിന് നിങ്ങൾ വിഷൻ ബോർഡ്, ഗോൾ സെറ്റിംഗ് ക്ലാസ്സുകൾ പോലെ എടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. എങ്ങനെയാണ് ഇത് എഴുതുന്നത്, അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% അത് വരും എന്ന് ഒരു തർക്കവും വേണ്ട. താങ്ക് യു സിന്ധു, ഓൾ ദി ബെസ്റ്റ്. ഇനി ആരെങ്കിലും ഉണ്ടോ? സാർ, ഞാൻ 7 ചക്ര മെഡിറ്റേഷന് വേണ്ടി കോയിൻ മെഡിറ്റേഷൻ ചെയ്തു, പെട്ടെന്ന് ക്യാഷ് കിട്ടാൻ വേണ്ടി. ഇന്നലെ എനിക്ക് 1000 രൂപ ലോട്ടറി അടിച്ച് കിട്ടി. താങ്ക് യു. ഓ, വെരി ഗുഡ്. അത് നല്ല കാര്യമാണ്. അപ്പൊ 7 ചക്രക്ക് ജോയിൻ ചെയ്തോ, അടുത്ത കൂടി കിട്ടട്ടെ. ഓക്കെ, ശരി. മറ്റൊന്നുമില്ലല്ലോ, നമുക്ക് തുടങ്ങാം. താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്ന് ചക്രകളെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാം. ഈ 7 ചക്രങ്ങളും ബാലൻസ് ആവേണ്ടതിന്റെ ആവശ്യകതയും അല്ലെങ്കിൽ ബാലൻസ് ആവാതിരിക്കുന്നതിന്റെ വിഷയങ്ങളും, ആർക്കൊക്കെയാണ് ഇത് ബാലൻസ് അല്ലാത്തതെന്നും എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഒരു കൃത്യമായി ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോട് കേൾക്കുക. കാരണം നിങ്ങൾ മനസ്സിലാക്കാതെയുള്ള ഒരു ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ജീവിതം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, പൈസ കൊണ്ടുവരുന്നു, പൈസ മുഴുവൻ തീർക്കുന്നു, പിന്നെ കഷ്ടപ്പാടിൽ പോകുന്നു. ഇങ്ങനെ മാത്രമാണ് ജീവിതം എന്ന് കരുതി. അല്ലെങ്കിൽ
നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് വേൾഡിനെ പറ്റി മാത്രമായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഈ ലോകം പോകുന്നത് സാധാരണ രീതിയിലാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എന്നുള്ള തോന്നൽ ആയിരിക്കും പൊതുവെ ഉണ്ടാവുക. ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയണം. ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചിട്ട് ഒരു 2-3 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. നിങ്ങളത് സത്യസന്ധമായിട്ട് മറുപടി പറയണം. എല്ലാവരും ഒന്ന് എടുത്തോളൂ, ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് നിന്നോളൂ. സത്യമാന്തമായിട്ടുള്ള ഉത്തരം മാത്രം കേട്ടോ. ഇത് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും നല്ല മനുഷ്യരല്ലേ? യെസ് ഓർ നോ? ബൈ യെസ് ഓർ നോ, നിങ്ങൾ എല്ലാവരും നല്ല മനുഷ്യരല്ലേ? പറയൂ, എല്ലാവരും പറയൂ. യെസ്, 111 കറക്റ്റ് സമയത്താണ് ചോദിച്ചത്. എല്ലാം അങ്ങനെയാണല്ലോ സംഭവിക്കുക. നേരത്തെ ഒരാൾ പറഞ്ഞു, ഞാനിപ്പോ കാണിക്കുന്ന നോട്ടുകളിൽ എല്ലാം ഏഞ്ചൽ നമ്പറുകളാണ് കാണുന്നത്. വളരെ കറക്റ്റാണ്. അത് ഒരു പ്രാവശ്യം കണക്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ നിങ്ങളുടെ പ്രപഞ്ചം കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. യെസ്, എല്ലാവരും നല്ല മനുഷ്യരാണ്, ആർക്കും അതിൽ യാതൊരു തർക്കമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ജീവിതത്തിൽ പരിശ്രമിക്കാത്തവരാണ്. നിങ്ങൾ ജീവിതത്തിൽ പരിശ്രമിക്കുന്നില്ലേ? ജീവിതം രക്ഷപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്നില്ലേ? യെസ് ഓർ നോ? പരിശ്രമിക്കുന്നവരല്ലേ നിങ്ങൾ? ഇത് രണ്ടും നിങ്ങൾ യെസ് എന്ന് പറയണു. എന്നാൽ പരിശ്രമത്തിലൂടെ മാത്രമാണ് ജീവിതം വിജയിക്കുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല മനുഷ്യർക്കാണ് നല്ല ജീവിതം ഉണ്ടാവുക എന്നും നിങ്ങൾക്ക്. ഇത് രണ്ടും നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. നല്ല മനുഷ്യർക്ക് നല്ല പരിശ്രമത്തിലൂടെ നല്ല ജീവിതം ഉണ്ടാകും. സത്യമാണല്ലോ? ഇത് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്? യെസ് ഓർ നോ? നല്ല മനുഷ്യർക്ക് നല്ല പരിശ്രമത്തിലൂടെ നല്ല ജീവിതം ഉണ്ടാക്കാൻ സാധിക്കും. ശരിയാണല്ലോ അല്ലേ? അപ്പൊ ഒരു ചോദ്യം അവിടെ ബാക്കി വരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാറാത്തത്? ഞാൻ നല്ല മനുഷ്യനാണ്, ഞാൻ നന്നായി പരിശ്രമിക്കുന്നുമുണ്ട്, എന്നിട്ടും എന്തേ എൻ്റെ ജീവിതം മാറാത്തത്? ഉത്തരം എത്ര പേർക്കറിയാം? ഇതല്ലേ യഥാർത്ഥത്തിൽ നമ്മളെ അലട്ടുന്ന വിഷയം? ഇതല്ലേ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യം? എന്താ സാറേ ഞാൻ ഇങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആ ചോദ്യത്തിൽ ഇപ്പോഴും ഉത്തരമില്ലാതെ കിടക്കുന്ന ഒരു പെങ്ങൾ എന്നോട് ചോദിച്ചു, സാറേ ജീവിതത്തിൽ എല്ലാം ചെയ്തു നോക്കി, എല്ലാം ഞാൻ ചെയ്തു, പക്ഷെ ഞങ്ങൾ രക്ഷപ്പെടുന്നില്ല. എന്താ സാറ് പറ, എന്താണ് ഞങ്ങളുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് ഞങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാറ്? അവർ കുറെ എന്താ പറയാ, എനിക്ക് ഒരു 10 ക്ലാസ്സിൽ ഉണ്ടോന്ന് അറിയില്ല, എനിക്ക് 10-15 പ്രാവശ്യം എന്നോട് മെസ്സേജ് അയച്ചു, സാറേ ഇതൊക്കെ സാറ് പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് മാറ്റമില്ല. എന്താണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നത് സാറ് പറയൂ, അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. എന്താണ് പറയാ? ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റും? എന്നിട്ടും എന്തേ? അപ്പോ അതാണ്, എന്നിൽ എന്തോ ഇനിയും മാറാൻ ബാക്കിയുണ്ട് എന്നുള്ള സത്യം അറിയുക. നിങ്ങളെല്ലാം ശ്രമിക്കുന്നവരാണ്, പക്ഷേ പണം വന്നാൽ ഉടനെ പോകും, ബന്ധങ്ങൾ വന്നാൽ ഉടനെ തകർന്നു, അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന പാറ്റേൺ എപ്പോഴും സെയിം തന്നെയാണ്. ആത്മവിശ്വാസം എപ്പോഴും ഇടിഞ്ഞു പോകുന്നു, മനസ്സിൽ എപ്പോഴും ഒരു വല്ലാത്ത ഭാരത്തിലൂടെ കടന്നു പോകുന്നു. സന്തോഷം ഒരു നിമിഷം കിട്ടും, ആദ്യത്തെ നിമിഷം വീണ്ടും പോകും. നമ്മൾ ഒരുപാട് മെഡിറ്റേഷനുകൾ ചെയ്തു, പ്രാർത്ഥനകൾ ചെയ്തു, അമ്പലങ്ങൾ കയറി ഇറങ്ങി, പ്രാർത്ഥനകളൊക്കെ ചെയ്തു, കോഴ്സുകൾ ചെയ്തു, എന്നിട്ടും സ്ഥിരമായി മാറ്റമില്ല. ആരുടെ തെറ്റാണിത്? ഇതൊന്നും നിങ്ങളുടെ തെറ്റുകളല്ല എന്ന് ആദ്യം ഒന്ന് അംഗീകരിച്ചോളൂ. ഇത് നിങ്ങളുടെ തെറ്റുകളല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ചില തത്വങ്ങൾ കൂടി ഈ ലോകത്തുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്താത്തതിന്റെ വിഷയമാണ്. ഇത് മനസ്സിലാക്കിയവർ ഇപ്പൊ ടൈപ്പ് ചെയ്തു എന്താണ് സംഭവിക്കുന്നതെന്ന്. ഞാൻ ഇതിനു മുമ്പ് ഇതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്കറിയാം. ചില കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി നിങ്ങളോട് റിലേറ്റ് ചെയ്യാനായിട്ട് പറയാം. ഇത് നിങ്ങളുമായി റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. എനിക്ക് നല്ല കഴിവുണ്ടെന്നറിയാം, പക്ഷെ എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. ഇത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചോ. എനിക്ക് കഴിവുകളുണ്ട്, ഞാനതിനു വേണ്ടി പ്രവർത്തിക്കുന്നുമുണ്ട്, പക്ഷെ എനിക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ പേടിയാണ്.
ഞാൻ പറയുന്നില്ല. പണം ഞാൻ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ സേവ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എല്ലാവരെയും ഞാൻ സഹായിക്കുന്നു, പക്ഷെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൽ എന്തോ ഒരു മിസ്സിങ് സംഭവിക്കുന്നു. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ആവുന്നുണ്ടോ? യെസ് ഓർ നോ? ഇത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യമാണ്. യെസ്, സി എന്ന് കണക്ട് സി എന്ന് ടൈപ്പ് ചെയ്തോളൂ. കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. ഈ പറഞ്ഞ കാര്യം നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന കാര്യമാണോ? എനിക്ക് കഴിവുകളുണ്ട്, പക്ഷെ എനിക്ക് അവസരം കിട്ടുന്നില്ല. പറയാനുള്ളത് പറയാൻ സാധിക്കുന്നില്ല. പേടിയാണ്, പറയാൻ പേടിയാണ്. ഞാൻ എല്ലാവരും സഹായിക്കുന്നുണ്ട്, പക്ഷെ ആരും എന്നെ മനസ്സിലാക്കുന്നതേയില്ല. ജീവിതത്തിൽ എവിടെയോ മിസ്സിങ് ആയി. എന്താണ് സംഭവിക്കുന്നത്? ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഒരു സിംറ്റമായിട്ട് കരുതണ്ട. ഇതൊരു സിംറ്റം അല്ല, ഒരു സിഗ്നൽ ആണെന്ന് തിരിച്ചറിയുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന കൃത്യമായ സിഗ്നലുകളാണ്. ഇതൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഊർജ ശരീരം ഇൻബാലൻസ് ആണെന്നുള്ള കൃത്യമായ സിഗ്നൽ നമ്മുടെ ശരീരം നൽകുകയാണ്. ശരീരമല്ല, നമ്മൾ എന്താ പറയാ, നമ്മൾ നൽകുന്നതാണ്. ശരീരമെന്നോ ആത്മാവെന്നോ എന്താ പറയുക, നിങ്ങൾ മനസ്സെന്നോ പറയുക. ആ ഊർജ ശരീരം നൽകുന്ന കൃത്യമായ സിഗ്നലാണ് ഈ നമ്മുടെ ഇൻബാലൻസ് ആണ് എന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മനസ്സും ശരീരവും ചേർന്ന് മാത്രമാണ് എന്ന്. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നവൻ മനസ്സും ശരീരവും ആത്മാവും മാത്രമാണ് ഈ ജീവൻ നിലനിൽക്കുന്ന നമ്മുടെ അടിസ്ഥാന തത്വം എന്ന് മനസ്സിലാക്കുക. പക്ഷെ എന്നാൽ അതല്ല, നാലാമതായിട്ടൊരു കാര്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ മൊത്തത്തിൽ കൂടിയ ഒരു കാര്യം കൂടി കണക്ട് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതിന്റെ പേരാണ് എനർജി ബോഡി എന്നുള്ളത്. ഊർജ ശരീരം നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയും നമ്മളെ മെന്റൽ ബോഡിയും യോജിച്ച് നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് എനർജി ബോഡി എന്ന് പറയുന്നത്. ഈ എനർജി ബോഡിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഞാൻ ന്യൂറോ സയന്റിഫിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ന്യൂറോൺസുകളാണ്, അല്ലെങ്കിൽ നെർവുകളാണ്. ഈ നെർവുകളെല്ലാം ശരീരത്തിൽ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഈ നെർവിലൂടെ വരുന്ന ഊർജത്തെ, ഊർജ ശരീരത്തിലെ ആ നെർവുകളിലൂടെ വരുന്ന ഊർജം ചില സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോമർ പോലെ വെച്ചിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യും. അല്ലെങ്കിൽ കുറെ നെർവുകൾ ഒന്നിച്ച് വന്ന് ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്നും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇതിന് പറയുന്ന പേരാണ് ചക്രങ്ങൾ എന്ന്. ലൈഫ് ഏരിയയിലെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ ചക്രങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സംഭവം. ഓരോ ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്, പ്രധാനമായിട്ടും നമുക്ക് 7 ചക്രങ്ങളെയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഒരുപാട് ചക്രങ്ങളുണ്ട്, പക്ഷെ പ്രധാനമായിട്ടുള്ള ചക്രങ്ങൾ, ഊർജ സ്രോതസ്സുകൾ നമ്മുടെ ശരീരത്തിലേക്കുള്ളത് 7 ചക്രങ്ങളിലൂടെയാണ്. ഈ 7 ചക്രങ്ങളിലൂടെ എനിക്ക് എത്ര കാശ് വന്നാലും എൻ്റെ കയ്യിൽ ഒഴിയുന്നില്ല. കേസ് ഇതാണ് യഥാർത്ഥ വിഷയം. രാധാ സുരേഷ് വരാൻ പോകുന്നു, പറഞ്ഞു വരുന്നു അതിലേക്ക്. എവിടെയാണ് സംഭവിക്കുന്നതെന്ന്? ഓരോ ചക്രങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട, ഈ ചക്രങ്ങൾ ഉള്ള എനർജികൾ, അതായത് ആ ചക്രങ്ങളെ നിങ്ങൾ എടുക്കുക, നമ്മുടെ തലച്ചോറിൽ നിന്ന് താഴോട്ട് പോകുന്ന നെർവുകളില് ഓരോ സ്ഥലത്തും ഓരോ ഭാഗത്തേക്കും വേണ്ട നെർവുകൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കെട്ടി അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതെന്ന് കരുതിക്കൊള്ളൂ. ട്രാൻസ്ഫോമർ ഉണ്ട്, ആ ട്രാൻസ്ഫോമറിന് ലൈനുകൾ പിന്നെയും വലിക്കുന്നതെന്ന് കരുതിക്കും. അപ്പോ ഓരോ ചക്രങ്ങളും ഓരോ ധർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ വായു കൊണ്ട് 2-3 ധർമ്മങ്ങളാണ് ചെയ്യുന്നത്. പ്രധാന ധർമ്മം എന്താണ് വായു കൊണ്ട് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ധർമ്മം എന്താ വായു കൊണ്ട്? എന്ന് പറഞ്ഞേ, നിങ്ങൾ വാ കൊണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ധർമ്മം എന്താണ്? പറഞ്ഞു നോക്കട്ടെ എത്ര പേർക്ക് അറിയുമെന്നുള്ളത്. വെറുതെ ഒരു ടെസ്റ്റ്. മൂക്ക് കൊണ്ട് ചെയ്യുന്ന ധർമ്മങ്ങൾ നിങ്ങൾക്കറിയാം, വാ കൊണ്ടും അറിയുന്ന ധർമ്മം പറയാം. ടൈപ്പ് ചെയ്തു. വാ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മം എന്താണ്? ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ, അല്ലെ? ഏറ്റവും കൂടുതലായി നടക്കുന്ന വർത്തമാനമാണ്. അതുപോലെ നമ്മുടെ ഈ ചക്രങ്ങൾക്കൊക്കെ ഓരോ ധർമ്മങ്ങളുണ്ട്. ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്ന അവിടെയുള്ള എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ധർമ്മം അവിടെയുണ്ട്. ആ ധർമ്മം ശരിയല്ലാത്ത രീതിയിലാകുമ്പോൾ നമ്മുടെ എനർജി ബോഡി ഇൻബാലൻസ് സംഭവിക്കും. ആ ഇൻബാലൻസ് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. അപ്പൊ 7 ചക്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം.
ഓരോ ചക്രത്തിനുള്ള ധർമ്മം മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു കടക്കാം. 7 ചക്രങ്ങളിൽ ഒന്ന് റൂട്ട് ചക്ര, സക്രിയൽ ചക്ര, സോളാർ ചക്ര, ഹാർട്ട് ചക്ര, തോട്ട് ചക്ര, തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര എന്ന് പറയുന്ന ഓരോ ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ റൂട്ട് ചക്രയിലൂടെ നമ്മുടെ എപ്പോഴും പേടി, റൂട്ട് ചക്രയുടെ ധർമ്മങ്ങളാണ്, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞപ്പോ റൂട്ട് ചക്രയുടെ ധർമ്മങ്ങളാണ് സുരക്ഷയും പണവും ഭയവും. സുരക്ഷ, നമ്മൾ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതനാണെന്നുള്ള ബോധമുണ്ടാവുന്നത് ഈ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആവുമ്പോൾ മാത്രമാണ്. ഇതില്ലാത്തവൻ എപ്പോഴും ആങ്സൈറ്റിയും ഡിപ്രഷനും അല്ലെങ്കിൽ ഫിയറും ഒക്കെ ആയിരിക്കും ജീവിതത്തിൽ ഫലമായിട്ടുണ്ടാവുന്നത്. അവൻ എപ്പോഴും നാളത്തെ ഓർത്തിട്ടും ഇന്നലേക്ക് ഓർത്ത് ടെൻഷനായിരിക്കും ജീവിതത്തിൽ, റൂട്ട് ചക്ര ബാലൻസ് അല്ലെങ്കിൽ. പണവുമായിട്ടുള്ള അഭേദ്യമായ തകർച്ച, എപ്പോഴും പണത്തിനെ പറ്റിയുള്ള തകർച്ച തന്നെയായിരിക്കും. എത്ര കിട്ടിയാലും മതിയാവില്ല, അല്ലെങ്കിൽ കിട്ടുകയുമില്ല. കിട്ടിയ തൊട്ട് നിൽക്കുകയുമില്ല, കിട്ടുകയുമില്ല. പണത്തിന്റെ ഏറ്റവും സമ്പത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റൂട്ട് ചക്രയിലാണ്. ആ റൂട്ട് ശരിയാണെങ്കിൽ, റൂട്ട് ചക്ര ശരിയാണെങ്കിൽ പണം അവരിൽ കുമിഞ്ഞുകൂടും. അപ്പൊ അവർക്ക് ഭയമുണ്ടാവില്ല, അവർക്ക് നല്ല സുരക്ഷിതത്വ ബോധം ഉണ്ടാവും. ഇല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു, ജസ്റ്റ് ഒന്ന് ആലോചിച്ചു, നിങ്ങൾക്ക് പണം കയ്യിലുണ്ടെങ്കിൽ പിന്നെ സുരക്ഷിതത്വ ബോധം നിങ്ങൾക്ക് ഉണ്ടാവില്ല. സ്വാഭാവികല്ലേ? പണം കയ്യിലുണ്ടെങ്കിൽ പിന്നെ പേടി ഉണ്ടാവുമോ നമുക്ക്? എന്തിനാ പേടിക്കണേ? നമ്മൾ പണം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ലേ പേടിച്ചിരിക്കണേ? അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാമത്തെ സത്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് അടുത്തത് വരുന്നത് നമ്മുടെ സന്തോഷം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ നമ്മൾ സന്തോഷിക്കാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കി. സന്തോഷത്തിന് ഒരു കാരണവും നമുക്കില്ലേ. എന്നിട്ടും എന്ത് കാരണം ഉണ്ടായിട്ടും എന്ത് സന്തോഷം? ഞാനിപ്പോ ഇവിടെ ക്ലാസ്സിൽ പലപ്പോഴും ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരു കാര്യമില്ല, ഞാനിവിടെ ചിരിച്ച് കാണിച്ചിട്ടുണ്ട്. എത്ര പേര് ചിരിച്ചിട്ടുണ്ട് കൂടെ? ചിരിക്കാത്ത എത്ര പേരുണ്ട്? എന്താ കാരണമില്ലാഞ്ഞിട്ടാ? സാറ് ചിരിക്കുന്ന കണ്ടിട്ട് പോലും ചിരിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളിൽ സന്തോഷം ഇല്ലാഞ്ഞിട്ടാണോ, നിങ്ങൾക്ക് വേറെ എവിടെയോ ഈ സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നതുകൊണ്ട്? അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് നമുക്കില്ലാത്തത് കൊണ്ടല്ല, നമ്മളിലത് ഓപ്പണായി വരാത്തത് കൊണ്ടാണ്. ഇവിടെ ക്ലാസ്സിൽ വന്ന് നിങ്ങൾ നമ്മളെ മെഡിറ്റേഷനൊക്കെ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ, ഇപ്പോൾ നേരത്തെ രാധാ ദിനേശിന്റെ കാര്യം പറഞ്ഞു, എങ്ങനെയാണ് ആത്മവിശ്വാസത്തോടൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത്? എങ്ങനെ നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ ഇത്രയും നന്നായി മാറിയത്? സക്രിയൽ ചക്ര എന്ന് പറയുന്ന ചക്ര ആക്ടിവേറ്റ് ആണ്. സന്തോഷം നിങ്ങൾ ഉണ്ടെന്നല്ല, അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ബന്ധങ്ങളൊക്കെ നല്ല ഊഷ്മളമായി വരും, നല്ല ബന്ധങ്ങൾ ഉണ്ടാവും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധങ്ങൾ ഉണ്ടാവും. നാത്തൂൻ പോരൊക്കെ നിൽക്കും, ഇതൊക്കെ റെഡിയാക്കി നാത്തൂൻ പോരൊക്കെ അതിന്റെ വഴിക്ക് പോകും, മക്കളൊക്കെ പറഞ്ഞ പോലെ കേൾക്കും. ഇത് ഈ സാധനങ്ങൾ ആക്ടിവേറ്റ് ആവുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസം. എന്ത് പറഞ്ഞാലും ആത്മവിശ്വാസം. ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? സാറേ ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നാ അത് ചെയ്യോ, നോക്കട്ടെ, ഇപ്പൊ ചെയ്യാവോ, ചെയ്യാം. എന്നിട്ട് 2 പേടിപ്പിക്കും, അത് പോയി ചെയ്യുകയും ചെയ്യും. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ആത്മവിശ്വാസമില്ലായ്മ. എന്നാൽ ആത്മവിശ്വാസമില്ലായ്മ ഒന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചാൽ അത് ചെയ്യുകയും ചെയ്യും. ആത്മവിശ്വാസമില്ല സോളാർ പ്ലക്സിന്റെ പ്രോബ്ലം കൊണ്ട് മാത്രമാണ്. സ്റ്റൊമക്കിൽ എപ്പോഴും വിഷയമായിരിക്കും. ഒന്നിലും ഒരു പവർ എടുക്കില്ല, അതോറിറ്റി എടുക്കില്ല, ഒരു കാര്യത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. ഇങ്ങനെ മറ്റവരെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ ഓർത്ത് ഇന്നലെ സംഭവിച്ചു, അന്ന് സംഭവിച്ചു, മറ്റത് സംഭവിച്ചു, എന്റെ ചെറുപ്പത്തിൽ സംഭവിച്ചു, എന്റെ കുട്ടിക്കാലം ഇങ്ങനെയായിരുന്നു, എന്റെ മക്കൾ ഇങ്ങനെയായിരുന്നു, എന്റെ ഇങ്ങനെ അച്ഛൻ എങ്ങനെയാണ്, എങ്ങനെ പറയാം, അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു തരത്തിൽ പറഞ്ഞാലും ആത്മവിശ്വാസം കൊണ്ടുവരാം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുടെയും ജീവിതം, എന്റെയും ജീവിതം ഇതൊക്കെ തന്നെയായിരുന്നു. ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഉണർത്തി കൊണ്ടുവന്നതാ. ഇന്നിപ്പോ നാളെ രാവിലെ പ്രധാനമന്ത്രി മോദി വിളിക്കുകയാണ്, ദിനേശ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. യെസ്, റെഡി ആണല്ലോ, ഇപ്പൊ വരാന്ന് പറഞ്ഞു പോകും. കഴിഞ്ഞു. എന്താണെന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ റെഡിയാണ്, എന്തിനും റെഡിയാണ്. പവറും ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും. പിന്നെ വരുന്നതാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത്. ആർക്കാ സ്നേഹമില്ലാത്ത? ഇവിടെ സ്നേഹമില്ലാത്ത ആരെങ്കിലും ഉണ്ട്? നിങ്ങൾക്ക് എനിക്ക് സ്നേഹമില്ല എന്ന് പറയുന്ന ഒരാളെങ്കിലും പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്ത്, എല്ലാവരും സ്നേഹമുണ്ട് എന്നെല്ലാവരും ടൈപ്പ് ചെയ്ത്. സ്നേഹമുള്ളവരെല്ലാവരും സ്നേഹം ടൈപ്പ് ചെയ്ത് എല്ലാവരും ടൈപ്പ് ചെയ്ത് പറയട്ടെ. സ്നേഹമുള്ളവരെല്ലാവരും യെസ്.
യെസ് എന്നോ യെസ് 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 ടൈപ്പ് ചെയ്ത്. യെസ്, സ്നേഹമുണ്ട്, എല്ലാവർക്കും സ്നേഹമുണ്ട്. യെസ്. രണ്ടാമത് ചോദിച്ചോട്ടെ, സ്നേഹം ലഭിക്കാത്ത പേരുണ്ട് ഇവിടെ? എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല എന്ന് പേര് ടൈപ്പ് ചെയ്ത്. എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല. സ്നേഹം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുക? നോ എന്ന് ടൈപ്പ് ചെയ്തു. സ്നേഹം ലഭിക്കുന്നില്ല, എൻ ടൈപ്പ് ചെയ്തു, എന്ന് മാത്രം ടൈപ്പ് ചെയ്ത. സ്നേഹം ലഭിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവർ ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് ഇപ്പൊ അത് പൊതുവെ ബാധകമല്ല. യൂട്യൂബ് ക്ലാസ് കാണുന്നവർ പുതിയവരോട് പറയാം, സ്നേഹം ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നവർ ആഗ്രഹിക്കുന്ന രീതിയിലില്ല. ഓക്കെ, ലഭിക്കുന്നില്ല, ലഭിക്കുന്നില്ല, ലഭിക്കുന്നില്ല. ഇവിടെയാണ് ഹാർട്ട് ചക്രയുടെ പ്രാധാന്യം ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും മറുപടി അയക്കാൻ മടിയാണല്ലേ? നിങ്ങൾ പറഞ്ഞ് സത്യസന്ധമായിട്ട് പറഞ്ഞു. ഇന്ന് ഈ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞു എല്ലാം സത്യസന്ധമായിരിക്കണം. നിങ്ങൾ മറുപടി കള്ളത്തരം കാണിക്കുന്നു. നിങ്ങൾക്കില്ല എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു, ഉണ്ട് എങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു. സ്നേഹം ലഭിക്കുന്നില്ല ഒരുപാട് ആൾക്കാർ. ശരിയാണ്, വളരെ കറക്റ്റാണ്. നിങ്ങൾ പറയുന്ന വളരെ സത്യസന്ധമായ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? എന്നോട് സ്നേഹമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞാൻ നിങ്ങളൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെങ്കിലും ചോദിച്ചോ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ് യെസ്, എല്ലാവർക്കും ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നുണ്ട്. കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലേ? എല്ലായിടത്തും കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്നേഹം ലഭിക്കാത്ത ഒരാളല്ല നിങ്ങൾ. കിട്ടേണ്ട ചില സ്ഥലത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലേ മേഘ? അങ്ങനെയല്ലേ ഉള്ളൂ. നമ്മൾ സാറിൻ്റെ അടുത്ത് എല്ലാവർക്കും സ്നേഹമുണ്ട്. അത് എനിക്ക് നല്ലോണം നിങ്ങൾ തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും തിരിച്ചും കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒന്നും സ്റ്റോർ ഇല്ല. ഞാനൊരു എക്സ്ചേഞ്ചാണ്. നിങ്ങൾ തരുന്നു, തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു. ഞാനിങ്ങനെ വാങ്ങിക്കുക, കൊടുക്കുക. ഹരികുമാർ തരുന്നു, അത് ജയകുമാർ കൊടുക്കുന്നു. ജയകുമാർ തരുന്നു, അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു അല്ലേ? നിങ്ങൾ തന്നത്രയും കൊടുക്കും. അപ്പൊ തരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു റിയാക്ഷൻ എടുത്തിട്ട് നിങ്ങൾക്കുള്ളവരെല്ലാം എടുത്ത് ആ റിയാക്ഷൻ എടുത്തിട്ട് ഒന്ന് കൊടുത്തേതാ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നു, നിങ്ങൾ എല്ലാവരും തിരിച്ചും കൂടി തന്നോളൂ അല്ലേ? ഇത് ഹാർട്ട് ചക്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഹാർട്ട് ചക്ര ഇങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ, അൺകണ്ടീഷണൽ പറയുമ്പോൾ സൂക്ഷിക്കണം. നിങ്ങൾ എല്ലാവർക്കും ഭാര്യയ്ക്ക് ഒരു കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. അത് കൊടുക്കുന്നതിന്റെ കൃത്യം അറിഞ്ഞൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ അത് കാലം അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിൽ കണ്ടവരൊക്കെ കൊണ്ടുപോയി കൊടുത്തേക്കരുത്. എവിടെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് വേറെ രൂപത്തിലൊക്കെ ആയിപ്പോവും. അപ്പൊ അതുകൊണ്ട് അൺകണ്ടീഷണൽ ആയിട്ട് നമുക്കിത് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് ഹാർട്ട് ചക്രയുടെ പ്രോബ്ലമാണ്. ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം ലഭിക്കില്ല, പരിഗണന ലഭിക്കില്ല, പുറത്തു കൊടുക്കില്ല, ആൾക്കാർ നമ്മളെ പരിഗണിക്കില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞ് മറ്റൊരു കാര്യമാണ്, പറയാൻ എന്തോ ആഗ്രഹിക്കും, പറഞ്ഞു തുടങ്ങും, മറ്റെന്തിലോ ചെന്ന് അവസാനിക്കും അല്ലേ? സംഭവിക്കുന്നുണ്ട്. വീട്ടിലൊക്കെ സ്ഥിരമുള്ള പരിപാടിയാണ്. ചേട്ടാ ഒരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞു പോയിട്ട് എന്താ 2 പ്രാവശ്യം പറഞ്ഞാൽ തീർന്നവിടേക്ക്. പിന്നെ പറയാൻ പോയ കാര്യമേ അല്ല പറയുന്നത്, വേറെന്തോ പറയും. അവസാനം നല്ല വഴക്കും കൊണ്ടിട്ട് തിരിച്ച് അടിപിടി ബഹളായിട്ട് തിരിച്ചു വരും അല്ലേ? ഇതെല്ലാവർക്കും ഉണ്ടല്ലോ. ഇന്നലെ ഞാൻ റിലേഷൻഷിപ്പ് ക്ലാസ്സിൽ പറഞ്ഞതേ കാര്യം, മറ്റൊന്നുമല്ല. വിശുദ്ധ ചക്ര, ത്രോട്ട് ചക്ര റെഡി അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഒന്നും ആയിരിക്കില്ല നമ്മൾ പറഞ്ഞു വരുന്നത്, മറ്റെന്തോ ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ എല്ലാം മിസ്കമ്മ്യൂണിക്കേഷൻ ആകും. ഞാനിപ്പോ 1-2 കാര്യങ്ങൾ മാത്രമാണ് ഇത് പറഞ്ഞത്. ഞാൻ ക്ലാസ്സിൽ വരുന്നത് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റാണ്. കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല നമ്മൾ പറഞ്ഞു വരുന്നത്, മറ്റെന്തെങ്കിലും ആയിപ്പോ. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അടുത്ത് നമുക്ക് വരുന്നത് തേർഡ് ഐ ചക്ര. തേർഡ് ഐ ചക്ര എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇൻഡ്യൂഷൻ. നമുക്ക് വരാനിരിക്കുന്ന കാര്യത്തെ കാണാനും അറിയാനും പറ്റാതിരിക്കും. നാളെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഏതൊരു കാര്യത്തിനും ക്ലാരിറ്റി ഇല്ല. എന്തിനെപ്പറ്റി ചെയ്തത്? എന്തിനെപ്പറ്റി ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ പോയിരിക്കുന്നത്? അല്ലേ? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്തിനെവിടെ ഇരിക്കണേ? വൈ യു ആർ സിറ്റിംഗ് ഹിയർ എന്ന ചോദ്യത്തിന് നമുക്ക് റിസൾട്ട് വേണ്ടേ, ആവശ്യം വേണ്ടേ? എന്തിനെവിടെ വന്നിരിക്കണേ? ഒരു ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി ഇല്ലാതെ പോകുന്നത് തേർഡ് ഐ ചക്ര. പൊതുവെ നിങ്ങളെല്ലാം അത് കുറച്ചും കൂടി ആക്റ്റീവ് ആയവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവരും എന്നെ നമ്മൾ നോക്കി കാണുന്ന, ഈ ക്ലാസ് എന്നെ കാണണമെന്ന് കരുതി കാണുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് എന്തോ ഒന്ന് വേണം എന്നുള്ള ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അത് എങ്ങനെയെന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ എന്തോ ഒന്ന് വേണം, എനിക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് അറ്റ്ലീസ്റ്റ് ആ ചെറിയ വരം ഉണ്ട്. അതെ,
അപ്പൊ ആ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ക്ലാരിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് തേർഡ് ഐ ചക്രയുടെ കുറേ കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഞാൻ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇത് ഇത്രയൊന്നുമല്ല, ഇത് കുറേ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ്. മറ്റൊന്ന് ദൈവികത എന്ന് പറയുന്ന സംഭവം, ആത്മീയത എന്ന് പറയുന്ന സംഭവം. വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്, അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ സമാധാനം എന്ന് പറയുന്ന, ആത്മസംതൃപ്തി എന്ന് പറയുന്ന സാധനം നമുക്കില്ല. ആത്മസമാധാനം എന്ന് പറയുന്നത് ഈ സാധാരണ സമാധാനത്തിന് മുകളിലാണ്. ഈ ജീവിതം കൊണ്ട് എനിക്ക് എന്തോ ആയിത്തീരാൻ പറ്റി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ എന്തോ ആയിത്തീർന്നു എന്ന് മനസ്സിലാക്കുന്നതിന് ആത്മസമാധാനം എന്ന് പറയും, അല്ലെങ്കിൽ ഡിവൈൻ കണക്ഷൻ എന്ന് പറയുന്നു. അത് കിട്ടണമെങ്കിൽ സഹസ്രാര ചക്രം ഓപ്പൺ ആണ്. ഓക്കെ, അത് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു സമയമാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആവുന്ന കാര്യമാണ്. അതിൽ കൂടുതൽ ആരും പ്രവർത്തിച്ചു കൊണ്ടാവാറില്ല, അത് ഓട്ടോമാറ്റിക് വരുന്നൊരു കാര്യം. കാരണം ബാക്കിയുള്ളതൊക്കെ ശരിയായി വരുമ്പോൾ ദൈവികത വ്യക്തമായി നടക്കും. നമ്മളെ 5 pillars ഓഫ് ലൈഫിൽ നമ്മൾ പറയുന്നുണ്ട്, ആത്മീയത എന്ന് പറയുന്നത് 5ാമത്തെ കാര്യമാണ്. 4 ക്ലിയർ ആയാൽ 5ാമത് ഓട്ടോമാറ്റിക് സംഭവിക്കുന്ന കാര്യമാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ചക്രങ്ങൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. എപ്പോഴും ഭയവും മണി ഇഷ്യൂസും ഉണ്ടെങ്കിൽ റൂട്ട് ചക്ര, നേരത്തെ ചോദിച്ച ആളുടെ ഉത്തരമാണ്. മണി ഇഷ്യൂസും ഭയവും ഉണ്ടെങ്കിൽ റൂട്ട് ചക്ര പോക്കാണ്. പറയാൻ വിചാരിച്ച കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞതൊന്നാണ് മനസ്സിലാക്കുന്നത് ആൾക്കാർ, ഞാൻ പറഞ്ഞതല്ല മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. ത്രോട്ട് ചക്രയുടെ ബ്ലോക്കാണ്. സ്നേഹം, നേരത്തെ കാണിച്ച സ്നേഹം കിട്ടാനില്ല, ആരും നൽകുന്നത് അറിയുന്നില്ല എങ്കിൽ ഹാർട്ട് ചക്രയുടെ വിഷയമാണ്. സോളാർ ചക്ര ആയിക്കഴിഞ്ഞാൽ എപ്പോഴും അവനവനെ തന്നെ സംശയം, ഞാൻ ചെയ്തത് ശരിയാണോ, അയ്യോ ഞാനിത് ചെയ്താൽ ശരിയാകുമോ, ഞാൻ തെറ്റാണല്ലോ, എന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്നുള്ളത് മണിപൂരക ചക്രത്തിന്റെ വിഷയമാണ്. ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണോ? അല്ലേ? സ്വാഭാവികമായിട്ടും ആണല്ലേ. അനുഭവിക്കാത്തവരാണല്ലോ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഞാൻ 1, 2, 3, 5 കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇതിലേതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 5 വിഷയങ്ങൾ, 5 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ 5-ൽ ഏതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിഷയം? 5 ഉണ്ടെങ്കിൽ 5 എഴുതിക്കൊള്ളൂ കേട്ടോ. ഒന്നാമത്തത് പണം കയ്യിലില്ലാത്തത്, അല്ലെങ്കിൽ പണം വരാത്തത്, പണവുമായി ബന്ധപ്പെട്ട വിഷയം, അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം. ഇത് ഒന്നാമത്തത്. രണ്ടാമത്തെ വിഷയം ബന്ധങ്ങളിലുള്ള വിളർച്ച. എഴുതി വെച്ചോളൂ നിങ്ങൾ. രണ്ടാമത്തെ വിഷയം ബന്ധങ്ങളിലുള്ള വിഷയം. മൂന്നാമത്തെ കാര്യം ആത്മവിശ്വാസമില്ലായ്മ. 4ാമത്തെ കാര്യം മനസ്സിന് ശക്തിയില്ല, ഒന്നിനും പിടിച്ചു നിർത്താനുള്ള മനസ്സിന്റെ ശക്തിയില്ലായ്മ. 5ാമത്തെ കാര്യം ജീവിതത്തിന് ഒരു വ്യക്തതയില്ല, ഡയറക്ഷൻ ഇല്ല, എങ്ങോട്ട് പോകണം, നാളെ എന്താവണം, ഒരു പിടിയില്ല, ഡയറക്ഷൻ ഇല്ലായ്മ. ഇതിലേതാണ് നിങ്ങളുടെ വിഷയം? എല്ലാവരും പണത്തിൽ തന്നെ പിടിക്കണ്ട, പണം ഒരു ഘടകം മാത്രമാണ്. പണം അല്ലെങ്കിൽ സുരക്ഷയില്ലായ്മ, ബന്ധങ്ങളില്ലായ്മ, ആത്മവിശ്വാസമില്ലായ്മ, മനസ്സിന് ശാന്തിയില്ലായ്മ, ഡയറക്ഷൻ ഇല്ലായ്മ. ഇതിലേതാണെന്ന് നിങ്ങളൊന്ന് എഴുതുക. യെസ്, 1 പറഞ്ഞവരുണ്ട്, 2 പറഞ്ഞവരുണ്ട്, 2, 3 പറഞ്ഞവരുണ്ട്, 5 പറഞ്ഞവരുണ്ട്. ഒന്നാമത്തെ വിഷയം പറഞ്ഞു. 1, 2, 3, 4, 5 എല്ലാം ഞാൻ റെഡിയാണ്. ഈ പറഞ്ഞതെല്ലാം എന്റെ വിഷയങ്ങളാണല്ലേ. പണം വരാത്തത് 13, 1, 3 ശിവ 1, 3. ഓക്കെ, ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കോയിൻസിഡൻസ് ആയി നടക്കുന്ന സംഭവമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ചക്ര ഇംബാലൻസിന് കൃത്യമായ മാപ്പാണ് മനസ്സിലാക്കേണ്ടത്. അധികം ആൾക്കാരും ഒന്നായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാകും. ഉള്ളവർ വളരെ കുറവായിരിക്കും. ഡയറക്ഷൻ ഇല്ലായ്മയിൽ പിന്നെ ഇതെല്ലാം വരും. 5ാമത്തെ ഡയറക്ഷൻ ഇല്ലായ്മയിൽ എല്ലാ ചക്രങ്ങളും അതിൽ ബന്ധപ്പെട്ടതാണ്. 170ാമത്തെ കാര്യം എന്താണ്? 170ാമത്തെ കാര്യം 1, 2, 3, 4, 5 എല്ലാം ഉണ്ട്. കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും നിങ്ങൾക്ക് അനുഭവിക്കുന്ന നിങ്ങളൊരു മോശം മനുഷ്യനായതുകൊണ്ടാണോ? അല്ലല്ലോ. ഒരിക്കലും നിങ്ങളൊരു മോശമായ വ്യക്തി ആയതുകൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്.
what if I have all the elements and then won't have anything by then? It should be there. അങ്ങനൊരു ക്വസ്റ്റ്യനേ ഇല്ല. അങ്ങനൊരു ക്വസ്റ്റ്യൻ ഇറവലന്റ് ആണ് ശശി ചോദിച്ചത്. ഈ ബാലൻസ് ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെ ഇത് ഉണ്ടാവുക തന്നെ ചെയ്യും, യാതൊരു തർക്കവും ഇല്ല. അത് ഊർജ തരത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെയാ ഇല്ല എന്ന് പറയാൻ പറ്റുക? സ്വാഭാവികമായിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും നിങ്ങളൊരു മോശം വ്യക്തിയായിട്ടുള്ള മനുഷ്യനായത് കാര്യമല്ല, കൊണ്ടല്ല, നിങ്ങളൊരു കഴിവില്ലാത്ത ഒരാളായത് കൊണ്ടല്ല, നിങ്ങൾ അൺലക്കി ആയതുകൊണ്ടല്ല. ഇവിടെ നിങ്ങളുടെ എനർജി ലെവൽ വളരെ ലോ ആയതുകൊണ്ടുള്ള വിഷയമാണ്. എനർജി വളരെ ലോ ആയി കിടക്കുന്ന, വർഷങ്ങളായി നമ്മൾ അടക്കി വെച്ച വികാരങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ നിങ്ങളെ അലട്ടുന്ന വിഷയം ആത്മവിശ്വാസക്കുറവുണ്ടോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ ഇല്ലായ്മയുണ്ടോ, മനസ്സിന് ശാന്തി ഇല്ലാത്തതുണ്ടോ? ഒന്നാമത്തെ റീസൺ നിങ്ങൾ അടക്കി വെച്ച വികാരങ്ങൾ. ഏറ്റവും കൂടുതൽ ആൾക്കാര് അവരവരുടെ വികാരങ്ങൾ ഇങ്ങനെ ഉള്ളിലേക്ക് അമർത്തി 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 വെക്കും. പറയില്ല, പ്രകടിപ്പിക്കില്ല. ആരോടും പറയാത്ത വേദനകൾ പറയില്ല, വേദനയിൽ തന്നെ കടിച്ചമർത്തി അമർത്തി അമർത്തി അങ്ങ് നിൽക്കും. മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഓർമ്മകളിലൂടെ കടന്നു പോകും. ഓരോ കാര്യത്തിൽ നമുക്കത് ഓർത്തു പോകാൻ സാധിക്കുകയില്ല. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ നിഘണ്ടുവിലില്ലാത്ത കാര്യമായി. എപ്പോഴും ഭയത്തിലൂടെ കടന്നു പോകും. കുറ്റബോധം ജീവിതത്തിന്റെ ഭാഗമായി മാറും. മനസ്സൊരു വിസ്മയത്തിൽ ഞാൻ കൃത്യമായി പറയുന്ന 10 മാലിന്യങ്ങളുടെ ആകെ തുകയാണ് ഈ ചക്ര എന്ന് പറയുന്നത്. 10 മാലിന്യങ്ങൾ ആർക്കൊക്കെ ഉണ്ട്, അവരൊക്കെ ചക്ര ഫുള്ളി കൊളാപ്സ് ആയവർ മാത്രമാണ്. ഈ കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാണ് ചക്രകളെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. അല്ല, ചക്ര ഓട്ടോമാറ്റിക് ബ്ലോക്ക് ആവുകയല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച കുറ്റബോധങ്ങളും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഓർമ്മകളും ഈ അടക്കി വെച്ച വികാരങ്ങളും പറഞ്ഞിട്ടില്ലാത്ത വേദനകളും ഒക്കെ കൂടിച്ചേരുമ്പോൾ ചക്ര ഓട്ടോമാറ്റിക് ബ്ലോക്ക് ആവും. ഇമോഷണൽ ബ്ലോക്ക് നടക്കും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഉണ്ടായ നമ്മളുടെ ബോഡിയിലുള്ള കെമിക്കൽസ്, ബാഡ് കെമിക്കൽസ് നമ്മുടെ ഈ നെർവുകളിലൊക്കെ പോയി അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. ഇതാണ് ഇതിന്റെ കൃത്യമായ തത്വം. ഒരുപാട് ശ്രമിച്ചിട്ട് നമുക്കങ്ങനെ ബ്രേക്ക് ത്രൂ ചെയ്യാൻ പറ്റില്ല. ജീവിതം സെയിം ലൂപ്പിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ചക്രങ്ങൾ തുറക്കുക എന്നത് മാത്രമാണ് ഏക പോംവഴി എന്ന് പറയുന്നത്. നമ്മുടെ ഊർജത്തെ റീസെറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് പോംവഴി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലൈഫിലെ ഫ്ലോയെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇവിടെയുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കരുതും ശരിയാണെന്നാ പിന്നെ നാളെ തന്നെ യൂട്യൂബ് ഓപ്പൺ ആക്കി കണ്ടു കളയാം. യൂട്യൂബിൽ കുറെ ചക്ര കാണും, അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം, നടക്കും, മാറ്റപ്പെടുത്താം. അല്ലേ? സാർ പറഞ്ഞു ഇതൊക്കെ ചക്ര പ്രാക്ടീസ് ചെയ്ത് നടക്കുമെന്ന് പറയും. യൂട്യൂബിൽ ഒരുപാട് ചക്ര ഉണ്ട് അല്ലെ? ഞാൻ നിന്നെ പോലെ കുറെ ആൾക്കാരിട്ട് കുറെ യൂട്യൂബ് ചക്രാസ് ഉണ്ട്. വർക്ക് ചെയ്യില്ല. ഒരാൾക്കും കൃത്യമായി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും കിട്ടുന്ന മെഡിറ്റേഷൻ ചെയ്താൽ മതി എന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനെ ചെയ്താൽ നടക്കില്ല. കാരണം ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹീലിംഗ് പ്രാക്ടീസിലൂടെ തന്നെ കടന്നു പോകണം. അതിന് സമയബന്ധിതമായി ഗുരുമുഖത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമേ സാധിക്കൂ. കാരണം ഓരോ ആൾക്കും വ്യത്യസ്തമായിരിക്കും. പക്ഷെ അത് യഥാർത്ഥത്തിൽ എനിക്ക് ലഭിക്കേണ്ട രീതിയിൽ തന്നെ ലഭിക്കേണ്ടടുത്ത് ലഭിച്ചാൽ മാത്രമേ മാറുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നാവാം, അത് സാഹചര്യം മാത്രമാണ്. എൻ്റെ കയ്യിൽ നിന്നാവാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഗുരു തന്നത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാവാം, അല്ലെങ്കിൽ മറ്റൊരാളിലാവാം. പക്ഷെ അത് നിങ്ങളുടെ യോഗം പോലെ ഇരിക്കും. എല്ലാവർക്കും എല്ലായിടത്തും എത്താൻ പറ്റണമെന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എത്തും, മറ്റാണെങ്കിൽ മറ്റിടത്ത് പോകും, എവിടെയാണെന്ന്. പക്ഷെ അത് നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചാൽ വർക്ക് ചെയ്യുന്നതല്ല. അത് കൃത്യമായി ഒരാളിൽ നിന്ന് തന്നെ ലഭിക്കണം എന്നുള്ളതാണ്. അതിനാണ് ചക്ര മെഡിറ്റേഷൻ കോഴ്സുകൾ പലപ്പോഴും നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നതും അത് ചെയ്യാൻ പറ്റുന്നതും. ഓരോ ചക്രങ്ങളും എടുത്ത് നമ്മൾ പരിശോധിക്കണം, എന്താണ് എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന്, എന്തുകൊണ്ടാണ് ഇതെന്നെ ബ്ലോക്ക് ചെയ്തതെന്നും എങ്ങനെയാണ് ഞാൻ ഇതിനെ റിലീസ് ചെയ്യുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. അല്ലാതെ വെറുതെ കണ്ണടച്ചിരുന്നിട്ട് ആ ശബ്ദം മാത്രം പുറപ്പെടുവിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ യോഗയിൽ ഏതെങ്കിലും ആസനം ചെയ്തുകൊണ്ട് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ പ്രാണായാമം ചെയ്തുകൊണ്ട് മാത്രമാവില്ല. ശരിയായ വിഷയം എന്താണ് എന്നെ ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഏതെങ്കിലും ഗുരുവിന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് അവിടെ നിന്ന് എടുക്കുന്ന ഗൈഡൻസിലൂടെ തന്നെ കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ നമ്മുടെ
ചക്ര മെഡിറ്റേഷൻ ക്ലാസ് നാളെ തിങ്കളാഴ്ച തുടങ്ങാനിരിക്കുന്ന ക്ലാസ്സിൽ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ ആളുടെയും വിഷയം ആദ്യം ചോദിച്ച് മനസ്സിലാക്കും, എന്നിട്ട് അതിനകത്തുള്ള പ്രതിവിധി കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അപ്പോൾ അവർക്ക് വേണ്ട ആസനവും ആ ആസനങ്ങളും അതുപോലെ അവർക്ക് വേണ്ട പ്രാണായാമങ്ങളും അതിനുവേണ്ട മെഡിറ്റേഷനും കമ്പലായിട്ട് അതിന് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഗൈഡഡ് മെഡിറ്റേഷനിലൂടെ, ഇമോഷണലി ഹീലിംഗിലൂടെ, എനർജി റീഅലൈൻമെന്റിലൂടെ, ഡെയിലി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. നമുക്കൊരു കോഴ്സൊക്കെ തരാൻ പറ്റുക എന്ന് വെച്ചാൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതെല്ലാം നിത്യവും ഇത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകണം. ഒരു പ്രാവശ്യം കിട്ടിയ സംഭവം, പഠിച്ച സാധനം ദിവസവും പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകും. മാറുന്നത് വരെ പ്രാക്ടീസ് ചെയ്യണം. ചില ആൾക്ക് ഒരാഴ്ച കൊണ്ട് മാറും, ചില ആൾക്ക് 10 ദിവസം കൊണ്ട് മാറും, ചില ആൾക്ക് 1 മാസം കൊണ്ട് മാറും, ചിലവർക്ക് 1 വർഷം കൊണ്ട് മാറും. ഞാനൊക്കെ 3-4 വർഷം കണ്ടിന്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്തെടുത്തത്. അത്രയും സമയമെടുക്കും ഓരോ ആൾ. അത് ഓരോ ആളുടെയും പ്രത്യേകതയാണ്. എത്ര നിങ്ങൾ അകത്തോട്ട് ഇറങ്ങി ചെല്ലുന്നുവോ അത്രയും നിങ്ങളിലുള്ള സഹസ്രാര ദളം ഇങ്ങനെ തെളിയാൻ തുടങ്ങും. ഓരോ ചക്രങ്ങളും ഇങ്ങനെ ശോഭിതമായിട്ട് ഇങ്ങനെ ഉണർന്നു വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അത് എത്ര പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും സമയം കൊണ്ടാണ്. ഓരോന്നിനെയും ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഇമോഷണൽ എനർജിയെ ഹീൽ ചെയ്തെടുക്കാൻ സാധിക്കും. അവിടെ കൊണ്ടുപോയി ചെന്നിട്ട് ഈ എനർജി എനിക്ക് ആവശ്യമില്ല. ഇപ്പൊ ഇത് ചക്രയാണെങ്കിൽ ഇതിൽ 7 ചക്രങ്ങളും ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ സാധനം വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ കൃത്യമായി ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സാധനത്തെ എടുത്ത് കളയണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഞാനിത് എടുത്ത് കളഞ്ഞു എന്ന് നിങ്ങൾ തീരുമാനിച്ച് ഒരിക്കലും പിന്നെ പഴയതിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു തെറാപ്പി, ഒരു ഹീലിംഗ് നിങ്ങൾ ചെയ്യും. അതുപോലെ തന്നെയാണ് നിങ്ങളിൽ എനർജിയെ റീഅലൈൻമെന്റ് ചെയ്യണം. ഇപ്പോഴുള്ള ഭക്ഷണ രീതികൾ ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യുന്ന സാധനങ്ങൾ ശരിയുണ്ടാവില്ല, സംസാരിക്കുന്ന വാക്കുകൾ ശരിയുണ്ടാവില്ല. ഇമോഷണലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന തെറ്റായ രീതിയിലേക്കും അതിനെ മാറ്റപ്പെടുത്തിയെടുക്കണം. എല്ലാ ദിവസവും ചെറിയ ചെറിയ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, ചക്ര നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്ന സാധനത്തെ എഴുന്നേൽപ്പിക്കാൻ പറ്റണം, വേക്കനാക്കാൻ പറ്റണം. ഇത് നമ്മുടെ ഒരു ഇന്നർ റീബർത്തിന് വേണ്ടി തയ്യാറാവുക. ഇത് നിങ്ങൾക്ക് മാറ്റണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യൂ, എസ് എന്ന് ടൈപ്പ് ചെയ്യൂ, ചാറ്റിൽ എഴുതൂ. റെഡി ഫോർ ഹീലിംഗ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ, മാറാൻ താല്പര്യമുള്ളവർ മാത്രം റെഡി ഫോർ ഹീലിംഗ് എന്ന് പറഞ്ഞോളൂ. RH എന്ന് എഴുതിയാൽ മതി. എസ് എന്ന് ടൈപ്പ് ചെയ്തു. ജീവിതം മാറാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ടുള്ള സംഭവമാണ്. നിങ്ങളുടെ ജീവിതം മാറണം ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന എനർജിയെ ഒന്ന് തുറന്നു വിട്ടാൽ മാത്രം മതി. ഭാഗ്യമൊക്കെ തുറന്നു വന്നോളൂ, ഓട്ടോമാറ്റിക്കായി വന്നോളൂ. ഇന്നർ അലൈൻമെന്റ് ജേണിയിലൂടെ നമ്മൾക്ക് മാറ്റാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാത്തവർ, മാറാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. വീണ്ടും പറയുന്നു, നോ ഫോഴ്സിങ് ഫോർ എനിബഡി. നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സാഹചര്യം ഒരുക്കി വന്നിരിക്കുന്നു. ഒരാഴ്ചത്തെ കംപ്ലീറ്റ് കോഴ്സും അതിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കുക. തിങ്കൾ ടു അടുത്ത തിങ്കൾ വരെയുള്ള 7 ദിവസങ്ങളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എല്ലാ ദിവസവും അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പരിമിതികളുണ്ട്. എല്ലാ ദിവസവും ലെങ്ത് വേണോ? നമുക്കൊരു ക്ലാസ് ലെങ്ത് ആയിട്ട് തന്നെ പോകുന്നതിന് എനിക്ക് കുഴപ്പമില്ല. നിങ്ങളെല്ലാം റെഡി ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ഇപ്പൊ തന്നെ ഓൾറെഡി ഒരുപാട് ആൾക്കാർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നാളെ 1 ദിവസം കൂടി ഉണ്ട്. ഇപ്പൊ തന്നെ റെഡി ടു ജോയിൻ. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ധൈര്യമുള്ള, ആത്മധൈര്യമുള്ളവർ ആരെങ്കിലും, ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തേക്ക് ആത്മധൈര്യം വന്നവർ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ആത്മധൈര്യം വന്നവർ എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ ഇപ്പൊ ജോയിൻ ചെയ്യൂ. നമ്മുടെ ഗൂഗിൾ പേ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 7511079224. ഇപ്പോൾ അയച്ച 1212 രൂപയാണ് ഫീസ്. നോക്കട്ടെ, ആത്മധൈര്യമുള്ള എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട് നോക്കട്ടെ. ഇപ്പൊ പറഞ്ഞില്ല, 5 ചക്രങ്ങൾ ഇംബാലൻസ് ആയവരുണ്ട്, 1 ചക്രമുണ്ട്. അതിലാരാണ് ആദ്യമായിട്ട് ആത്മധൈര്യമുള്ള ഒരാളെന്ന് നോക്കട്ടെ. ഞാൻ നോക്കട്ടെ എത്ര പേരിൽ, 150 ആൾക്കാരിൽ എത്ര പേരുണ്ടെന്ന് ഒരാളെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഈ കേട്ടതൊക്കെ വെറുതെ ആണെന്ന് തോന്നില്ല അല്ലേ? ആലോചിക്കണ്ട, പണമില്ലല്ലോ, അതാണല്ലോ പ്രശ്നം. അതിനല്ലേ മാറ്റേണ്ടത് അല്ലേ? ജോയിൻ ചെയ്ത ആളല്ല, ജോയിൻ ചെയ്യാത്തവരെ പറ്റിയാണ് പറഞ്ഞു. കയ്യിലുള്ള കാശ് കയ്യിൽ വെച്ചോളൂ. നോക്കട്ടെ, ഒരാൾക്ക് നോക്കെ എന്താണ് ആത്മധൈര്യം നോക്ക്. ഇത്രയും മനസ്സിലാക്കിയിട്ട് ആത്മധൈര്യം നോക്ക്. ഇല്ലാത്തോളം ആദ്യം എന്താണെന്നറിയോ, ഇതിന് നേരത്തെ പറഞ്ഞില്ലേ, ഈ റൂട്ട് ചക്ര ടൈം സെയിം ടൈമാണ് നമ്മളെപ്പോഴും 9 മണി, അതല്ലേ പറ്റുള്ളൂ. അപ്പോഴേ എല്ലാവരും എത്തുള്ളൂല്ലോ. രാത്രി 9 മണിക്ക് തുടങ്ങി ഒരു 10 മണിയാകുമ്പോൾ
അത് മാത്രമേ നമുക്ക് പറ്റൂ. മറ്റൊരു സമയം നമുക്ക് പോസിബിൾ അല്ല, കാരണം എല്ലാവരും എത്തൂല. അത് നേരത്തെ തന്നെ ജോയിൻ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ ജോയിൻ ചെയ്യാത്തവർ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ റൂട്ട് ചക്ര എന്ന് പറയുന്ന സാധനം അത് ഇംബാലൻസ് ആയാൽ ധൈര്യം ഉണ്ടാവില്ല, ജോയിൻ ചെയ്യാനുള്ള ധൈര്യമില്ല. കാശില്ലാത്ത, കാശൊക്കെ പല വഴിയിലും വരും, പക്ഷെ ചെയ്യാൻ ധൈര്യമില്ല. എന്താണ് പേടിയാണ്, അല്ലേ? പേടി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ മാറും? മാറാൻ പറ്റുന്ന എങ്ങനെ? ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമ്മൾ മാറുള്ളൂ. അതിന് നമ്മൾ റെഡി ആവണം. GP വർക്ക് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ പിന്നെ ജോയിൻ ചെയ്തോളൂ. ആരാ ജോയിൻ ചെയ്തു? ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് കാര്യവും നേടണോ, ഇറങ്ങിത്തിരിക്കണം. ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ നമുക്ക് ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി എടുക്കണം, ടിക്കറ്റ് എടുക്കണം എന്ന് പറയുന്ന പോലെ സംഭവമാണ്. മാറ്റം ഉണ്ടാവണമെങ്കിൽ പ്രവർത്തിക്കണം. പ്രവർത്തിക്കാതെ മാറ്റം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു ലോകത്ത് ആക്ഷൻ ഇല്ല എന്നറിയുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് മറ്റന്നാളത്തെ ക്ലാസ് കാണാം. എല്ലാവരോടും നന്ദി, നമസ്കാരം. ഇങ്ങനെയും ഞാൻ പറയുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്കാണ് വിട്ടു തന്നിരിക്കുന്നത്. മാറണമെന്ന് ആഗ്രഹമുള്ള മാറാനുള്ള സാഹചര്യമുണ്ട്. അടുത്ത് തന്നെ ഇത് കഴിഞ്ഞിട്ട്, ഈ ചക്ര കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കാൻ തുടങ്ങാനായിട്ട്. അത് നമ്മുടെ രാവിലത്തെ മെഡിറ്റേഷന്റെ മറ്റൊരു, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മെഡിറ്റേഷൻ. യെസ്, ജോയിൻ ചെയ്തിട്ടുണ്ട് ആൾക്കാരല്ലേ? ധൈര്യമുള്ള ഒരാളുണ്ടല്ലോ ഇവിടെ. ആരത് നോക്കട്ടെ? സുശീല രാജൻ. യെസ്, വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. അതാണ് ധൈര്യം കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് സുശീല രാജൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, എനിക്ക് ആദ്യമായിട്ട് കുരുമുളകും മറ്റേ ഏലക്കയെ കൊണ്ടുവന്നത് ഇപ്പോഴുണ്ട്. ഞാൻ ഇന്നലെ കുരുമുളക് എടുത്ത് പൊടിച്ചോട്ടോ, കുറച്ച് ദിവസമായിട്ട്. അന്ന് തന്നെ ഇതൊക്കെ ഹീലിംഗോട് കൂടിയാണ്. ഹീലിംഗ് മാത്രമല്ല, ഹീലിംഗ് ഉണ്ട്. യോഗയുടെ ആസനങ്ങൾ പഠിപ്പിക്കും. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ യോഗ പഠിപ്പിക്കാൻ, യോഗാസനം, അതിന്റെ എല്ലാത്തിനും ഓരോ ആസനങ്ങളുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രാണായാമം, നമ്മൾ സരിത ആയിരിക്കും, നമ്മുടെ യോഗ ടീച്ചർ സരിത ആയിരിക്കും അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. യോഗാസനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ഓരോ ചക്രക്കുമുള്ള ഓരോ പ്രത്യേക ആസനങ്ങളുണ്ട്, മുദ്രകളുണ്ട്. അത് കൂടി പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്നിനുള്ള പ്രാണായാമങ്ങൾ സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ ക്ലാസ്സിന് സമയം കുറച്ച് ദൈർഘ്യം കൂടുതലായിരിക്കും. കറക്റ്റ് സമയത്ത് തുടങ്ങും, കാരണം മെഡിറ്റേഷൻ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ഉണ്ടാവും. ഒരു അരമണിക്കൂർ നേരം ഇത് പഠിക്കാനുണ്ടാവും. 9 മണിക്ക്, നമ്മുടെ ഇന്ത്യൻ സമയം 9 മണി. 9 മണിക്ക് തുടങ്ങിയാലേ നമുക്ക് 10 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങും. അല്ലെങ്കിൽ 9:30 മണിക്ക് എല്ലാവരും സമയം അങ്ങനെയാണെങ്കിൽ ചേർന്ന ഒരു സമയമാണെങ്കിൽ 9:30 ആക്കാം, 9 to 10 ആക്കാം, 9:30 ആക്കാം, 9:30 to 10:30 വരെ ആക്കാം. അപ്പോൾ ഇപ്രാവശ്യം 3 കാര്യങ്ങളാണ്. അതായത് മെഡിറ്റേഷൻ മാത്രമല്ല, യോഗാസനം, യോഗയിൽ ആസനങ്ങൾ, പിന്നെ ഓരോ ചക്രകളിലും ഓരോ ആസനം, 1-2 ആസനങ്ങൾ പഠിപ്പിച്ചു തരും. അതുപോലെ തന്നെ മുദ്ര, അതിനു വേണ്ടിയിട്ടുള്ള മുദ്ര, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, പ്രാണായാമങ്ങൾ, ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള സരിത ഒന്ന് സംസാരിച്ച്. നമസ്തേ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞു. കേൾക്കാം. ഓക്കെ. സാറ് പറഞ്ഞപ്പോ ഞാൻ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇന്നതിനുള്ള യോഗയൊന്നും ഞാൻ അങ്ങനെ എടുത്ത് പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ അറിയാം ഇന്ന യോഗ ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളത് അറിയാം. അപ്പൊ അതനുസരിച്ച് വളരെ ഇരുന്നു കൊണ്ടുള്ളതും കുറച്ച് പ്രാണായാമങ്ങളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചക്രങ്ങളും ആക്ടിവേറ്റ് ചെയ്യാമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത്. കാരണം ഒരു 15 മിനിറ്റ് സമയമല്ലേ സാർ ഉണ്ടാവും എന്ന് പറഞ്ഞത് അതിനായിട്ട് ചെയ്യാനായിട്ട്. അപ്പൊ മുദ്ര സാറ് ചെയ്യിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറ് പറഞ്ഞാ മതി, ഞാനതനുസരിച്ച് ഗൈഡ് ചെയ്ത്. സരിത ഈ സംസാരിക്കുമ്പോ അതൊരു ലാളിത്യത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങളാട്ടോ. കുറെ വർഷങ്ങളായിട്ട് യോഗയൊക്കെ നല്ല എക്സ്പേർട്ട് ആയുള്ള, പക്ഷെ പറയുമ്പോ എപ്പോഴും ഞാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ അതിനെപ്പറ്റി കാണിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ അകത്തിരിക്കുന്ന ഭയം, ആ ഭയമാണ് ഈ സാറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ പറയണ. കുറച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചു നോക്ക്, പുലിയാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ സാറിന് മുമ്പിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് എഴുതി പറയാം. സാരില്ല, കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറ്റുന്നു. ഫുള്ള് നമുക്ക് അങ്ങനെ പറ്റില്ല, പറ്റുന്ന രീതിയിൽ ചെറിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിന് ഇന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് ഓരോ വിഷയങ്ങളനുസരിച്ച് പറയും. എല്ലാവരെയും എടുത്ത് സംസാരിക്കാൻ പറ്റില്ല. കോമൺ ആയിട്ട് പറയുന്ന സിംറ്റംസ് നമുക്ക് കാണാമല്ലോ.
ഓരോ ആളെ എടുക്കുമ്പോൾ പിന്നെ ഒരുപാട് സമയം എടുക്കും നമ്മൾ അതിനു വേണ്ടി ഒരാളെ കാര്യങ്ങൾ കേൾക്കാൻ. അങ്ങനെ കേൾക്കാനുണ്ടെങ്കിൽ ഞാൻ പറയാം, കൂടുതലുള്ളവർ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടി വരും. അങ്ങനെ വലിയ വിഷയങ്ങളുണ്ടെന്ന് തോന്നിയവർക്ക് ഇപ്പൊ എനിക്കൊന്ന് ഹരിയോട് ഞാൻ മുമ്പും പറഞ്ഞതാണ്, ഒന്ന് നേരിട്ട് 1 മണിക്കൂർ സംസാരിക്കുന്നതാണ്. അത്രയും വിഷയങ്ങൾ ഹരിയുടെ ഇതിൽ വരുന്നുണ്ട്. ഹരിയാണ് നേരിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ 9:30 to 10:30 നമുക്ക് ടൈം ഫിക്സ് ചെയ്യാം. എല്ലാവരും ജോയിൻ ചെയ്യാം. UAE-യിലുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്രാവശ്യം ഇതിന്റെ റെക്കോർഡിംഗ് കൂടി നൽകുന്നുണ്ട്. റെക്കോർഡിംഗ് നിങ്ങൾക്ക് ആപ്പിൽ വേണ്ടവർ ആപ്പിൽ എടുക്കുക. പക്ഷെ അപ്പം തന്നെ കിട്ടില്ല, നമ്മൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആപ്പിലേക്ക് മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് കൂടി ഉണ്ടാവും. ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട ചില അഫ്രിമേഷൻസ് എഴുത്തും ഒക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറായിട്ട് വരിക. യൂട്യൂബ് വീഡിയോ കാണുന്നവർ നാളത്തെ ഒരു ദിവസം കൂടി നിങ്ങൾക്കുണ്ട് ജോയിൻ ചെയ്യാനായിട്ട്, സൺഡേ. പിന്നെ അടുത്ത സെഷൻ വരുമ്പോൾ പിന്നെ അറിയിക്കാം. സൺഡേ മൺഡേ ഈവനിങ് വരെ ജോയിൻ ചെയ്തോളൂ. അതിന് മുമ്പ് പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട് നിങ്ങളോട്. അത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരോട് മാത്രം പറയാനുള്ള കുറച്ച് നിഷ്ഠകളുണ്ട്. ആ നിഷ്ഠകൾ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഒന്ന് അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാർ, എനിക്കൊരു ബ്ലെസ്സിങ് വേണം സാറിന്റെ. തീർച്ചയായിട്ടും. നാളെ തൃപ്രയാർ ക്ഷേത്രത്തില് ഏകാദശിയോടനുബന്ധിച്ച് ഒരു ഓട്ടൻതുള്ളൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നാളെയാണ് അവതരിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പൊ സാറിന്റെ ബ്ലെസ്സിങ് വേണം നല്ല രീതിയിൽ ചെയ്യാൻ. തീർച്ചയായും സന്തോഷം, നല്ല കാര്യം. ഇപ്രാവശ്യം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് നമ്മുടെ മിഴാവ് വെച്ചിരിക്കുന്നത് കണ്ടത് ആദ്യമായിട്ട്. അല്ലെങ്കിൽ ഞാൻ അമ്പലപ്പുഴ പോയിട്ടില്ലായിരുന്നു, മുമ്പ് ഫസ്റ്റ് ടൈമാണ് പോയത്. ഓട്ടംതുള്ളല് അവിടെ എപ്പോഴും ഓർപ്പ് വന്ന കാര്യം. തുള്ളലിന്റെയും മറ്റേ എന്താണ് പറഞ്ഞ ചാക്യാർകൂത്ത് അല്ലെ, അതൊക്കെ ആ ഒരു പഴയ കാലത്തിന് ആ ഓർമ്മയിലേക്ക് ഒന്ന് തിരിച്ചുപോയി ആ സമയത്ത്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. നാളെ വരുമ്പോ ലേറ്റ് ആവും അല്ലേ, കഴിഞ്ഞ് വരുമ്പോഴേക്കും? ഇല്ല, 1 മണിക്കൂറേ എനിക്ക് പ്രോഗ്രാം ഉള്ളൂ. 2 to 3 വരെയാണ്. അപ്പൊ മേക്കപ്പിനും ഇതിനൊക്കെ ആയിട്ട് ഒരു 12 മണി തൊട്ടിട്ട് നമ്മൾ ബിസി ആവും. ഓക്കെ, അല്ല ഞാൻ നാളെ മെസ്സേജ് അയക്കാം. ഇതിന്റെ കാര്യം ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് ഇതൊന്ന് എഴുതി അയച്ചുതരാം. ഓക്കെ. കുവൈറ്റിലാണെങ്കിൽ എന്താ, കുവൈറ്റില് സമയം ആ സമയത്ത് 9:30 8 മണി. കുവൈറ്റിൽ 7 മണിയാവും അല്ലെ, 7 മണിയാവുള്ളൂ അല്ലെ. എല്ലാവർക്കും ജോയിൻ ചെയ്യാം, അതിനനുസരിച്ച് എല്ലാവരും ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പില് പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ജീവിതത്തിൽ മാറാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണ അവസരം നഷ്ടപ്പെടാതിരുത്തുക. ഓക്കെ, ഏതാ ബിജേഷേ? എന്താ? ഓക്കെ, ശരി, താങ്ക് യു. ഹരി എന്താ പറയാനുള്ളത്? ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു എല്ലാവർക്കും നന്ദി.